പിട്ടാപ്പള്ളി ഏജൻസീസ് ആഘോഷിക്കുന്നു വിശ്വാസത്തിന്റെ 36 വർഷങ്ങൾ. പിട്ടാപ്പള്ളി ലെഗസി ഫെസ്റ്റ്, യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ്. ജനുവരി 24 മുതൽ 31 വരെ. ഷോപ്പ് ചെയ്യൂ, നേടൂ അപ് ടു 60% ഓഫ്. തെരഞ്ഞെടുപ്പിന് ശേഷം നിലമ്പൂർ നഗരസഭയിൽ ഉയർന്നു വന്നൊരു വലിയ വിവാദമാണ് ഡീസൽ വിവാദം. മുൻ നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഡീസൽ അടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വിവാദം ഉണ്ടായിരുന്നത്. നിലവിലെ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചത് വാർത്തയായതോടുകൂടിയാണ് ഈ ഒരു വിവാദവും ചർച്ചയായി മാറിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങളൊക്കെ മുൻപുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൗൺസിലിലും ഈ ഒരു വിഷയം ചർച്ചയായി വന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷം തങ്ങളുടെ നിലപാട് അറിയിച്ച് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സമീപനം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ട് തൻ്റെ പ്രതികരണം അറിയിച്ചു. ഡീസൽ വിവാദത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നാണ് മാട്ടുമ്മൽ സലീം പറയുന്നത്. കഴിഞ്ഞ ദിവസം കൗൺസിൽ ചേർന്ന് ഈ കൗൺസിൽ യോഗത്തിലെടുത്ത തീരുമാനത്തോടുകൂടി ഡീസൽ അടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതിയുണ്ട് എന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഇല്ലാത്ത കണക്കുകൾ ഊതിപ്പെരുപ്പിച്ചു കാട്ടിയാണ് ചെയർപേഴ്സണും സംഘവും തനിക്കെതിരെ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയതെന്നും മാട്ടുമ്മൽ സലീം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഡീസൽ അടിച്ചതിന് 1,89,000-ലധികം രൂപ കുടിശ്ശിക വരുത്തിയെന്ന ആരോപണമുയർത്തിയാണ് പത്മിനി ഗോപിനാഥ് അധികാരമേറ്റ ആദ്യ ദിനങ്ങളിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്നത്. ഇത് വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗത്തോടെ ചെയർപേഴ്സന്റെ വ്യാജമായ ആരോപണം പൊളിഞ്ഞതായി മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഡീസൽ അടിച്ച സംഭവത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചവർ തന്നെയാണ് 89,000 രൂപ കൗൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. അഴിമതിയുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം കാണിക്കാതെ ബോധപൂർവം തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നും മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു. ചെയർമാൻ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഓട്ടോറിക്ഷയിൽ പോയത്. അത് സാധൂകരിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നല്ല മനസ്സിലാക്കേണ്ടത്. 1,89,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് 2 ബില്ലുകളിലായി നിങ്ങൾ കണ്ട് 40,000 43,000 മറ്റോ ആണ് ആ ബില്ലുകളുള്ളത്. അത് ഞാൻ ആ 10-ാം തീയതി ഉള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു. കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ്. അതങ്ങനെ കൊടുത്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിപ്പോൾ ഈ അജണ്ട കണ്ടപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? അല്ലെങ്കിൽ വല്ല സാധൂകരിക്കാൻ വരാൻ പാടുണ്ടോ? സാധൂകരിക്കാൻ എന്താ? അതിൽ അഴിമതി നടക്കാത്തതുകൊണ്ടല്ലേ സാധൂകരിക്കണ്. അഴിമതിൻ്റെ സാധൂകരിക്കും, ഞാൻ സാധൂകരിക്കും പറ്റൂല, അറിയില്ല. ഇത് തീരുമാനിച്ചിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ അതല്ല ശരി, ഇതാണ് ശരി എന്നുള്ളത് അവരുടെ കൗൺസിലാണ് തീരുമാനിച്ചത്, ഞാനല്ല. ചെയർപേഴ്സൻ്റെ ഒപ്പോട് കൂടുള്ള കൗൺസിൽ അജണ്ടയിലാണ് ഇത് വരുന്നത്. അത് 1,06,000 രൂപയുടെ കുറവായി കാണുന്നുണ്ട്. അത് 37 അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോ എനിക്കറിയില്ലല്ലോ, പറയാൻ പറ്റൂല. അപ്പോൾ അവർ അഴിമതിയുടെ ഒരു മുൾമുളയിനല്ലേ ആ 1,00,000 ജില്ല അവിടെ പോയി. നഗരസഭയിൽ തുടക്കത്തിലെ ഭരണസ്തംഭനമാണെന്നും ചെയർപേഴ്സന്റെ വഴിവിട്ട ഇടപെടലുകളിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി അവധിയിൽ പോയതെന്നും മാട്ടുമ്മൽ സലീം ആരോപിച്ചു. മുൻ ഭരണസമിതി നടപ്പിലാക്കിയ ഭിന്നശേഷിക്കാർക്കുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രം പൂട്ടിയതായും വയോജനങ്ങൾക്കായുള്ള പകൽ വീടടക്കം പൂട്ടിക്കുവാനാണ് നീക്കമെന്നും മാട്ടുമ്മൽ സലീം ആരോപിച്ചു. ചെയർപേഴ്സന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് നമുക്കറിയാം, നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി ലീവ് എടുത്തു പോയിട്ട് കാലം കുറയായി. അവർ തമ്മിലുള്ള ചർച്ചയില്ലായ്മയാണോ എന്താണോ എന്നുള്ളത് നമുക്കറിയാം, നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അയാൾ ലീവ് എടുത്തു പോയതാണ്. അതേപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ ഫിസിയോതെറാപ്പി സെൻ്ററിൽ വർക്ക് ചെയ്യുന്നവരോട് മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാ ജോലി നിർത്തിപ്പോയി. സൂപ്രണ്ടുമായും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ഫിസിയോതെറാപ്പി ആളെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ വിളിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് തീരുമാനിച്ചിട്ടൊന്നുമില്ല, അവർ തീരുമാനിച്ച് ഇൻ്റർവ്യൂ നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച. ശരിക്കും ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ അജണ്ടയിൽ അതിന് ആളെ വെക്കണം. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ആ ആളെ ഈ പിറ്റത്തെ അജണ്ടയിലാണ് വരിക, കൗൺസിലാണ് വരിക. അങ്ങനെ ഇൻ്റർവ്യൂ നടന്ന് ഇത്ര കൂടുതൽ മാർക്ക് കിട്ടിയ ആളെ നിയമിക്കുന്നുണ്ട്. ഇതുവരെ അത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തകർക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മുമ്പോട്ട് പോക്കാണ് ബഹുമാനിയായ ചെയർപേഴ്സൺ നടത്തുന്നത്. ഈ പകൽ വീടുകൾ പൂട്ടും എന്ന് പറഞ്ഞ് CDSനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഞാനിപ്പം മനസ്സിലാക്കിയത്. ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെയാണ് 9ാമത് അജണ്ട ചർച്ചയ്ക്ക് വന്നത്. ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉയർന്നതോടെ അജണ്ട മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഭരണസ്തംഭനത്തിലേക്കാണ് നിലമ്പൂർ നഗരസഭ തുടക്കത്തിലെ നീങ്ങുന്നതെന്നും മാട്ടുമ്മൽ സലീം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു.
പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ആഘോഷിക്കുന്നു വിശ്വാസത്തിന്റെ 36 വർഷങ്ങൾ. പിട്ടാപ്പിള്ളിൽ ലെഗസി ഫെസ്റ്റ്, യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ്. ജനുവരി 24 മുതൽ 31 വരെ. ഷോപ്പ് ചെയ്യൂ, നേടൂ അപ് ടു 60% ഓഫ്. ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, കിടിലൻ ക്യാഷ് ബാക്ക് ഓഫേഴ്സ്, ഉറപ്പായ സമ്മാനങ്ങളും വിസിറ്റ് ആൻഡ് വിൻ പ്രൈസസും. പിട്ടാപ്പിള്ളിൽ ലെഗസി ഫെസ്റ്റ്. ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്.